പല വീടുകളിലും കണ്ണീർ മാത്രം സമ്മാനിച്ച മദ്യവും മയക്കുമരുന്നും എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ പൊതുശത്രുവാണ്. ജീവിതത്തിലെ സർവ്വ സന്തോഷങ്ങളും തല്ലിക്കെടുത്താൻ ശക്തിയുള്ള മഹാവിപത്ത്. ആദ്യം ചെറിയ ലഹരിയിൽ നിന്ന് തുടങ്ങിയാണ് പല യുവാക്കളും മയക്കുമരുന്നിന് അടിമകളാകുന്നത്. പിന്നെ കഞ്ചാവോ സിന്തറ്റിക് ഡ്രഗുകളോ ഉപയോഗിച്ചാലും ലഹരി തലയ്ക്ക് പിടിക്കില്ല. അങ്ങനെ ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ കുത്തിവെക്കുന്ന യുവാക്കളുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചില മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാളി കത്തുന്നുണ്ടാകും. ഇടുക്കി നെടുങ്കണ്ടത്ത് ലഹരിക്കായി വേദന സംഹാരികൾ ഉപയോഗിച്ച യുവാക്കളെ പോലീസ് പൊക്കിയപ്പോഴാണ് ഇതിൻ്റെ അപകടം മനസ്സിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. നെടുങ്കണ്ടം പുതുകിൽ പ്രാഞ്ചി എന്ന ഫ്രാൻസിസ്, ചിറക്കുന്നേൽ അൻസിൽ, മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഫ്രാൻസിസും അൻസലും നിൽക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച കുപ്പികളും കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞത്. കീമോതെറാപ്പിക്ക് ശേഷം ക്യാൻസർ ബാധിതർക്ക് നൽകാറുള്ള വേദന സംഹാരി ഗുളികകൾ വിവിധ രീതിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച ലഹരി കണ്ടെത്തുകയായിരുന്നു യുവാക്കൾ. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിട്ടുള്ളതായും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച കഞ്ചാവ് കത്തിച്ച് വലിക്കുന്നതായും യുവാക്കൾ പറഞ്ഞു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ചാൽ 2 ദിവസത്തോളം ലഹരി നിൽക്കും. കട്ടപ്പനയിലെ ക്യാപ്സ്യൂൾ എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ടാപ്പെൻഡഡോൾ ടാബ്ലറ്റ് 100 mg എന്ന ഗുളിക ഇവർ വാങ്ങിയത്. ദിവാകർ എന്നയാളാണ് 22,000 രൂപ നൽകി ഈ ഗുളിക വാങ്ങുവാൻ ഇവരെ പറഞ്ഞയച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചു. ദിവാകരനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപ മേഖലയിൽ നിന്നുമാണ് കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിനെ പിടികൂടിയത്. ഇയാൾക്കും വേദന സംഹാരി പിടികൂടിയ സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് നിഗമനം. കൂടുതൽ യുവാക്കൾ ഇത്തരം ലഹരി ഉപയോഗം നടത്തുന്നതായാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.